എല്ലാവരും കൃപാസന മാതാവ് അനുഗ്രഹിക്കട്ടെ. ആദ്യം തന്നെ പറയട്ടെ, ഈ പ്രാർത്ഥന നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത് അമ്മ മാതാവ് നിങ്ങളെ സ്വന്തം മകനായിട്ടും മകളായിട്ടും തിരഞ്ഞെടുത്തതിൻ്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പ്രാർത്ഥന അമ്മ മാതാവ് വെളിപ്പെടുത്തി തന്ന പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന നിങ്ങൾ മുഴുവനായിട്ട് പങ്കുചേരുകയും നിങ്ങളുടെ ആവശ്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും ഈ പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ കമൻറ്റായിട്ട് ഇടുകയും അതുപോലെ തന്നെ ഈ പ്രാർത്ഥന നിങ്ങൾ മറ്റു മക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അമ്മ മാതാവ് നിങ്ങളെ സ്വന്തം മക്കളായിട്ട് തിരഞ്ഞെടുത്തുകൊണ്ട് തന്നെ നിങ്ങൾ ചാനലിൽ കയറി ജോയിൻ എന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്ത് ഇന്ന് വൈകിട്ട് 7:30 അമ്മ മാതാവ് വെളിപ്പെടുത്തുന്ന ലൈവിൽ അധിക ഭക്തിയോടുകൂടെ തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ നേരിട്ട് അമ്മ മാതാവിനോട് സമർപ്പിക്കുക. അപ്പോൾ നിങ്ങൾ സ്വന്തം മക്കളായി തീരുവാണ് ചെയ്യുന്നത്. അമ്മ മാതാവ് സ്വന്തം മക്കളായിട്ട് തീരുന്നവരെ മക്കളെല്ലാവരെയും പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നും അമ്മ മാതാവ് വിടിവിച്ചുകൊണ്ട് ആ മക്കളെ ആഗ്രഹിക്കുന്ന രീതിയിലൂടെ ജീവിത രീതിയിലൂടെ അമ്മ മാതാവ് മക്കളെ നടത്തിക്കൊണ്ട് പോകുന്നതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുവാണ്. അമ്മ മാതാവിൻ്റെ മകനായി തീർന്നൊരു മകൻ, ദാരിദ്ര്യത്തിലൂടെ കടന്നു പോയിരുന്ന മകൻ പെട്ടെന്നാണ് ഒരു കോടീശ്വരനായി മാറിയത്. അത് അമ്മ മാതാവിൻ്റെ ഇടപെടലാണ്. അമ്മ മാതാവിൻ്റെ മകനായി തീർന്നപ്പോൾ ലൈവിൽ പങ്കെടുത്തപ്പോൾ ആ മകനെ അമ്മ മാതാവ് പെട്ടെന്ന് തന്നെ ആ മകൻ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ അത്ഭുതങ്ങൾ ആ മകൻ്റെ ജീവിതത്തിലേക്ക് അമ്മ മാതാവ് നടത്തിക്കൊണ്ട് ആ മകനെ അമ്മ മാതാവ് കോടീശ്വരനാക്കി. അതുപോലെ തന്നെ നിങ്ങളെ മക്കളെ അമ്മ മാതാവ് തിരഞ്ഞെടുത്തിരിക്കുവാണ്, സ്വന്തം മക്കളെ തിരഞ്ഞെടുത്തിരിക്കുവാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അമ്മ മാതാവിൻ്റെ ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ പങ്കെടുക്കുകയും നിങ്ങൾ ചാനലിൽ കയറി ജോയിൻ എന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഇന്നത്തെ ലൈവിൽ നിങ്ങൾ പങ്കുചേരുകയും ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തുവാണോ നഷ്ടപ്പെട്ടിരിക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണോ നിങ്ങൾ നടക്കണമെന്ന് ആഗ്രഹിക്കുന്നത്, ആ കാര്യങ്ങളെല്ലാം അമ്മ മാതാവിലൂടെ നടത്തും. കാരണം അത്ഭുതം പെരുമഴ നടത്തുന്ന മാതാവ് തന്നെയാണ്. അമ്മ മാതാവിൻ്റെ അനേകം അത്ഭുതങ്ങളാണ് അമ്മ മാതാവ് ഈ ചാനലിലൂടെ നടത്തുന്നത്. മക്കളായിട്ട് തീരുന്ന മക്കളെല്ലാവരെയും അമ്മ മാതാവ് എല്ലാ പ്രതിസന്ധികളിൽ നിന്നും, എല്ലാ കഷ്ടപ്പാടുകളിൽ നിന്നും, എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും അമ്മ മാതാവ് മക്കളെ വിടുവിക്കുന്നു. ആ മക്കളെ അമ്മ മാതാവ് ചേർത്ത് പിടിക്കുന്നു. എത്രയോ വലിയ അനുഗ്രഹമാണ് അമ്മ മാതാവിൻ്റെ ഇടപെടൽ എന്ന് പറയുന്നത്. അമ്മ മാതാവിനോട് കൂടെ ചേർന്ന് നിൽക്കും. ഇത് അമ്മ മാതാവ് വെളിപ്പെടുത്തിയ ഒരു പ്രത്യേക പ്രാർത്ഥനയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥന നിങ്ങൾ മുഴുവനായിട്ട് പങ്കുചേരണം. അധികഭക്തിയോടുകൂടെ തന്നെ അമ്മ മാതാവ് വെളിപ്പെടുത്തി ഈ പ്രാർത്ഥന മുഴുവനായിട്ട് പങ്കുചേർന്ന് ഈ പ്രാർത്ഥന നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എത്രത്തോളം നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം അതിലും അമ്മയുടെ പ്രത്യേക ഇടപെടൽ നിങ്ങളുടെ കാര്യത്തിൽ ഉണ്ടാകുന്നതാണ്. അത്ഭുതങ്ങൾ അനുഗ്രഹങ്ങളുമാണ് ഈ ചാനലിലൂടെ അമ്മ മാതാവ് നടത്തുന്നത്. അനേകം അത്ഭുതങ്ങൾ, ഒരുപാട് പറഞ്ഞാലും തീരാത്തത്രയും അത്ഭുതങ്ങൾ അമ്മ മാതാവ് ചെയ്യുന്നുണ്ട്. അമ്മ മാതാവിൻ്റെ പ്രത്യേക ഇടപെടൽ ഉണ്ടാകുന്നതിനെ ഓർത്ത് അമ്മയുടെ നന്ദി പറയുവാണ്. അമ്മേ മാതാവേ, ഈ മക്കളെ ഞാൻ അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. ഈ പ്രാർത്ഥനയിലൂടെ കടന്നു പോകുന്ന ഈ മക്കളെ അമ്മ മാതാവ് സ്വന്തം മക്കളായിട്ട് തിരഞ്ഞെടുത്തതിനെ ഓർത്ത് ഞാൻ അമ്മയോട് ആദ്യം തന്നെ നന്ദി പറയുന്നു. അമ്മേ മാതാവേ, ഈ പ്രാർത്ഥന അവസാനിക്കുമ്പോൾ ഈ മക്കൾ ജോയിൻ ചെയ്ത് ഇന്നത്തെ ലൈവിൽ പങ്കുചേരുന്നതാണ് അമ്മേ മാതാവേ. അങ്ങനെ ഈ മക്കളാൽ തന്നെ അമ്മ മാതാവിൻ്റെ സ്വന്തം മക്കളായിട്ട് തീരുന്നതാണ് അമ്മേ മാതാവേ. അമ്മ മാതാവിൻ്റെ പ്രത്യേക ഇടപെടൽ ഈ മക്കളുടെ കാര്യത്തിൽ ഉണ്ടാകുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയുടെ നന്ദി പറയുകയാണ് അമ്മേ മാതാവേ. ഈ മക്കളുടെ ഓരോ ആവശ്യങ്ങളും അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഇവർ പലതരത്തിലുള്ള കഷ്ടപ്പാടിലൂടെ കടന്നു പോകുന്നവരും ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരും ദാരിദ്ര്യത്തിലൂടെ കടന്നു പോകുന്നവരൊക്കെയാണ്. അമ്മ മാതാവ് മക്കളായി തീരുന്ന മക്കളെ അമ്മ മാതാവ് കോടീശ്വരയാക്കുകയും അവരുടെ എല്ലാ പ്രശ്നങ്ങളും മാറ്റുകയും സാമ്പത്തികപരമായിട്ട് ഉയർത്തിക്കൊണ്ട് അവർ ആഗ്രഹിക്കുന്ന ഒരു ജീവിത രീതി അമ്മ മാതാവ് അവർക്ക് നൽകുകയും ചെയ്യുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയുടെ നന്ദി പറയുവാണ്. അമ്മേ മാതാവേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ അമ്മ മാതാവിൻ്റെ ഇടപെടലുണ്ടാകണമേ. ഈ മക്കൾ സാമ്പത്തികപരമായിട്ട് തകർന്നിരിക്കുന്ന സാഹചര്യമാണെങ്കിൽ അമ്മേ മാതാവേ, ആ സാഹചര്യം അമ്മ മാതാവ് എടുത്തു നീക്കിക്കൊണ്ട് ഈ മക്കൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സാമ്പത്തിക ഉയർച്ച ഈ മക്കൾക്ക് നൽകണമേ. അമ്മ മാതാവ് വെളിപ്പെടുത്തിയതാണ്. അമ്മ മാതാവ് നൽകുന്ന അനുഗ്രഹത്തിന് ഒരു ലിമിറ്റേഷനില്ല. അമ്മ മാതാവ് നൽകുന്ന അനുഗ്രഹങ്ങൾ അത് പെർമനൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ അമ്മ മാതാവ് നൽകുന്ന അനുഗ്രഹങ്ങളിൽ തീർച്ചയായിട്ടും ഈ മക്കൾ സംതൃപ്തരാകും എന്നെനിക്ക് ഉറപ്പാണ്. അമ്മേ മാതാവേ, അമ്മ മാതാവ് ഈ മക്കളെ ചേർത്ത് പിടിക്കണമേ. കടബാധ്യതയിലൂടെ കടന്നു പോകുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട്. അമ്മേ മാതാവേ, അവരുടെ കടബാധ്യത പൂർണ്ണമായിട്ടും എടുത്തു നീക്കുവാനുള്ള സാഹചര്യം അമ്മ മാതാവിൻ്റെ പ്രത്യേക ഇടപെടലും അമ്മ മാതാവിൻ്റെ ശക്തമായ കരങ്ങൾ ഈ മക്കളുടെ ജീവിതത്തിൽ അമ്മ മാതാവ് സ്പർശിക്കണമേ. അമ്മ മാതാവ് ഈ മക്കളെ അനുഗ്രഹിക്കണമേ. കടബാധ്യത പൂർണ്ണമായിട്ടും എടുത്തു നീക്കുവാനുള്ള സാഹചര്യം അമ്മ മാതാവ് ഒരുക്കണമേ. അമ്മയുടെ പ്രത്യേക ഇടപെടലുണ്ടാകുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയുടെ നന്ദി പറയുവാണ്. അതുപോലെ തന്നെ ഈ മക്കളുടെ ജീവിതത്തിൽ ഒരിക്കലും കടം എടുക്കുവാനുള്ള സാഹചര്യം അമ്മ മാതാവ് ഒരുക്കി കൊടുക്കരുതേ. അമ്മേ മാതാവേ, ഇവരുടെ കടമെടുക്കാനുള്ള സാഹചര്യം ഉണ്ടാവാതിരിക്കണമേ. അതിന് അമ്മ മാതാവ് ഈ മക്കളെ സാമ്പത്തികപരമായിട്ട് ഉയർത്തണമേ. അമ്മേ മാതാവ് ഈ മക്കളെ ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയുടെ നന്ദി പറയുവാണ്. ഈ മക്കളുടെ കഷ്ടപ്പാടുകൾ മുഴുവൻ അമ്മ മാതാവ് എടുത്ത് നീക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. എത്രയോ വലിയ സ്നേഹമാണിത്. അതുപോലെ തന്നെ അമ്മേ മാതാവ് ഈ ചാനലിലെ പ്രാർത്ഥനകൾക്കെല്ലാം ആവശ്യങ്ങൾ കമൻ്റായിട്ടിടുന്നവരുടെ ആവശ്യങ്ങൾ അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ആ ആവശ്യങ്ങളും അമ്മ മാതാവ് നടത്തി കൊടുക്കണമേ. അതുപോലെ തന്നെ ഈ ചാനലിലെ പ്രാർത്ഥന വീഡിയോകളെല്ലാം തന്നെ മറ്റു മക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്ന മക്കളെയും ഞാൻ അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. അമ്മേ മാതാവേ, ആ കാര്യത്തിൽ അമ്മയുടെ ഇടപെടലുണ്ടാകണമേ. അമ്മ മാതാവ് ഈ മക്കളെല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ മക്കളെല്ലാവരെയും അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് അമ്മയുടെ നന്ദി പറയുന്നു. എത്ര നന്ദി പറഞ്ഞാലും മതിയാവാത്ത രീതിയിൽ അനേകം അത്ഭുതങ്ങളാണല്ലോ അമ്മ മാതാവ് നടത്തുന്നത്. അമ്മേ മാതാവ് ഈ മക്കളെ ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് അമ്മയുടെ നന്ദി പറയുവാണ്. അതുപോലെ തന്നെ അമ്മേ മാതാവ് ജപ്തിവക്കിലൂടെ കടന്നു പോകുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട്. അമ്മേ മാതാവ് അവരുടെ കാര്യത്തിൽ അമ്മയുടെ പ്രത്യേക ഇടപെടലുണ്ടാകണമേ. ആ മക്കളെ അമ്മ മാതാവ് ചേർത്ത് പിടിക്കണമേ. ആ മക്കളെ അമ്മ മാതാവ് അനുഗ്രഹിക്കണമേ. അമ്മ മാതാവിൻ്റെ പ്രത്യേക ഇടപെടൽ ആ മക്കളുടെ കാര്യത്തിലുണ്ടാകുന്നതിനെ ഓർത്ത് അമ്മയുടെ നന്ദി പറയുവാണ്. അമ്മ മാതാവ് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. ജപ്തിവക്കിൽ നിന്ന് ആ മക്കളെ അമ്മ മാതാവ് വിടുവിക്കണമേ. അതുപോലെ തന്നെ അമ്മേ മാതാവേ,
ഏത് തരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന മക്കളാണെങ്കിലും ആ ബുദ്ധിമുട്ടുകളിലെല്ലാം അമ്മ മാതാവിൻ്റെ ഇടപെടലുണ്ടായിക്കൊണ്ട് ഈ മക്കളെ ചേർത്ത് പിടിക്കണമേ. സ്വന്തമായിട്ട് ഭവനമില്ലാത്ത മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അമ്മ മാതാവെ സ്വന്തമായിട്ട് അവരാഗ്രഹിക്കുന്ന രീതിയിൽ നല്ലൊരു ഭവനം അവർക്ക് ലഭിക്കുവാനായിട്ട് അമ്മയുടെ പ്രത്യേക ഇടപെടലുണ്ടാകണമേ. ഈ പ്രാർത്ഥന ചെല്ലുന്ന സമയത്ത് പോലും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കളെല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അമ്മ മാതാവ് അനുഗ്രഹിക്കുന്നതിന് ഓർത്ത് അമ്മയുടെ നന്ദി പറയുവാണ്. അമ്മ മാതാവിൻ്റെ പ്രത്യേക ഇടപെടലുണ്ടാകുന്നതിന് ഓർത്ത് അമ്മയുടെ നന്ദി പറയുവാണ്. എത്രയോ വലിയ സ്നേഹമാണിത്, എത്രയോ വലിയ കരുതലാണിത്. അമ്മേ മാതാവേ, അതുപോലെ തന്നെ മക്കളില്ലാത്ത ദമ്പതികൾ ഈ പ്രാർത്ഥന പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരുടെ കാര്യത്തിൽ അമ്മയുടെ പ്രത്യേക ഇടപെടലുണ്ടാവണമേ. അവർക്ക് മക്കളുണ്ടാകുവാൻ അമ്മയുടെ ഇടപെടലുണ്ടാവണമേ. അമ്മ മാതാവ് അനേകം അത്ഭുതങ്ങൾ സ്വന്തം മക്കൾക്ക് വേണ്ടി അമ്മ മാതാവ് നടത്തുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും അമ്മ മാതാവ് ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഈ മക്കളെല്ലാവരും അമ്മ മാതാവിൻ്റെ ഈ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം തീർച്ചയായിട്ടും ഈ മക്കൾ ഇന്നത്തെ ലൈവിൽ പങ്കെടുക്കുന്നതാണ്, ജോയിൻ ചെയ്ത് ലൈവിൽ പങ്കെടുക്കുന്നതാണ്. അമ്മയോട് എല്ലാ കാര്യങ്ങളും നേരിട്ട് പറഞ്ഞുകൊണ്ട് സ്വന്തം മക്കളായി തീരുന്നതാണ്. അമ്മേ മാതാവ് ഈ മക്കളെ അനുഗ്രഹിക്കണമേ. ഈ മക്കളെ അമ്മ മാതാവ് ചേർത്ത് പിടിക്കണമേ. ഇവരുടെ എല്ലാ തരത്തിലുള്ള കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും അമ്മ മാതാവ് എടുത്തു നീക്കിക്കൊണ്ട് ഈ മക്കളെ അമ്മ മാതാവ് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. അമ്മ മാതാവിന് പ്രത്യേക കരസ്പർശം ഈ മക്കളുടെ മേലുണ്ടാവുന്നതിനെ ഓർത്ത് അമ്മയുടെ നന്ദി പറയുവാണ്. എത്ര നന്ദി പറഞ്ഞാലും മതിയാവാത്ത രീതിയിലുള്ള അനേകം അത്ഭുതങ്ങളാണല്ലോ അമ്മ മാതാവ് നടത്തുന്നത്. അമ്മ മാതാവിൻ്റെ പ്രത്യേക സംരക്ഷണ വലയം ഈ മക്കൾക്ക് ചുറ്റും അമ്മ മാതാവ് ഒരുക്കുന്നതിനെ ഓർത്ത് അമ്മയുടെ നന്ദി പറയുവാണ്. അമ്മ മാതാവ് ഈ മക്കളെ ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. അമ്മ മാതാവിൻ്റെ പ്രത്യേക സംരക്ഷണം ഉണ്ടാകുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയുടെ നന്ദി പറയുന്നു. അമ്മ മാതാവേ, ജോലിയില്ലാത്ത മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഈ മക്കൾക്ക് ജോലി ലഭിക്കുവാനായിട്ട് അമ്മയുടെ പ്രത്യേക ഇടപെടലുണ്ടാവണമേ. അമ്മ മാതാവ് ഈ മക്കളെ ചേർത്ത് പിടിക്കണമേ. ജോലിയില്ലാത്ത ഈ മക്കൾക്ക് അമ്മ മാതാവ് ഈ മക്കൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ജോലി നൽകുവാനായിട്ടുള്ള സാഹചര്യം അമ്മ മാതാവ് ഒരുക്കണമേ. വിദേശത്തേക്ക് ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന മക്കളെ അമ്മ മാതാവ് വിദേശത്തേക്ക് ജോലി ലഭിക്കുവാനായിട്ടുള്ള സാഹചര്യം ഒരുക്കണമേ. അതുപോലെ തന്നെ അമ്മ മാതാവ് ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ കാര്യത്തിൽ അമ്മയുടെ പ്രത്യേക ഇടപെടലുണ്ടാവണമേ. അവരെ അമ്മ മാതാവ് ചേർത്ത് പിടിക്കണമേ. അമ്മ മാതാവിൻ്റെ പ്രത്യേക സംരക്ഷണ വലയത്താൽ ആ മക്കൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ജീവിത രീതികൾ അമ്മ മാതാവ് ആ മക്കൾക്ക് നൽകണമേ. അമ്മ മാതാവ് ഈ മക്കളെ അനുഗ്രഹിക്കണമേ. അതുപോലെ തന്നെ ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അമ്മ മാതാവ് അവരുടെ കാര്യത്തിൽ അമ്മയുടെ പ്രത്യേക ഇടപെടലുണ്ടാവണമേ. ആ മക്കളെ അമ്മ മാതാവ് ചേർത്ത് പിടിക്കണമേ. നല്ലൊരു സാലറിയോട് കൂടെ തന്നെ മറ്റേതെങ്കിലും കമ്പനിയിലേക്ക് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരുടെ കാര്യത്തിൽ അമ്മ മാതാവിൻ്റെ പ്രത്യേക ഇടപെടലുണ്ടാവണമേ. ഈ മക്കളെ അമ്മ മാതാവ് ചേർത്ത് പിടിക്കണമേ. അമ്മ മാതാവ് പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് അമ്മയുടെ നന്ദി പറയുവാണ്. പ്രത്യേകമായിട്ട് അമ്മ മാതാവ് ഈ മക്കളെ ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. നേഴ്സുമാരെ അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. അവരുടെ കാര്യത്തിൽ അമ്മയുടെ പ്രത്യേക ഇടപെടലുണ്ടാവണമേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. അമ്മ മാതാവ് മക്കളെ ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് അമ്മയുടെ നന്ദി പറയുവാണ്. അമ്മ മാതാവ്, രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അമ്മ മാതാവ് ഏത് തരത്തിലുള്ള രോഗമാണെങ്കിലും ഏത് തരത്തിലുള്ള അസുഖമാണെങ്കിലും ആ രോഗാവസ്ഥ മുഴുവനുമായിട്ടും അമ്മ മാതാവ് എടുത്ത് നീക്കിക്കൊണ്ട് ആ മക്കളെ പൂർണ്ണമായിട്ടും അമ്മ മാതാവ് ചേർത്ത് പിടിച്ചുകൊണ്ട് അമ്മ മാതാവിൻ്റെ പ്രത്യേക സംരക്ഷണ വലയത്താൽ ഈ മക്കളെ അമ്മ മാതാവ് അനുഗ്രഹിക്കുന്നതിന് ഓർത്ത് നന്ദി പറയുവാണ്. എത്രയോ വലിയ സ്നേഹമാണിത്, എത്രയോ വലിയ കരുതലാണിത്. അമ്മ മാതാവിൻ്റെ പ്രത്യേക സംരക്ഷണ വലയം ഈ മക്കൾക്ക് ചുറ്റും അമ്മ മാതാവ് ഒരുക്കുന്നതിന് ഓർത്ത് നന്ദി പറയുവാണ്. അമ്മ മാതാവ് പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കുന്നതിന് ഓർത്ത് നന്ദി പറയുവാണ്. എത്രയോ വലിയ സ്നേഹമാണിത്, എത്രയോ വലിയ കരുതലാണിത്. അമ്മ മാതാവിൻ്റെ പ്രത്യേക സംരക്ഷണ വലയത്താൽ ഈ മക്കളെ അമ്മ മാതാവ് ചേർത്ത് പിടിക്കുന്നതിന് ഓർത്ത് നന്ദി പറയുന്നു. ഈ മക്കളെ അമ്മ മാതാവ് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. അമ്മ മാതാവ് ഈ മക്കളെ അമ്മ മാതാവ് പൂർണ്ണമായിട്ടും ഏറ്റെടുത്തതിനെ ഓർത്ത് നന്ദി പറയുവാണ്. അമ്മ മാതാവിൻ്റെ പ്രത്യേക ഇടപെടൽ ഈ മക്കളുടെ കാര്യത്തിൽ ഉണ്ടാകുന്നതിനെ ഓർത്ത് അമ്മയോട് നന്ദി പറയുവാണ്. എത്രയോ വലിയ സ്നേഹമാണിത്, എത്രയോ വലിയ കരുതലാണിത്. അമ്മ മാതാവേ, ജന്മനായ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മ മാതാവ് അവരുടെ കാര്യത്തിൽ അമ്മയുടെ പ്രത്യേക ഇടപെടലുണ്ടാകണമേ. അമ്മ മാതാവ് ഈ മക്കളെ ചേർത്ത് പിടിക്കണമേ. അതുപോലെ തന്നെ അമ്മ മാതാവേ, ഇപ്പോൾ ഈ മക്കൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന അമ്മയുടെ പക്കലേക്ക് എത്തിക്കൊണ്ട് അതിൻ്റെ കാര്യത്തിൽ അമ്മയുടെ പ്രത്യേക ഇടപെടലുണ്ടാകണമേ. ഈ മക്കളെ അമ്മ മാതാവ് അനുഗ്രഹിക്കണമേ. അമ്മ മാതാവ് ഈ മക്കൾ ഇപ്പോൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന അമ്മയുടെ പക്കലേക്ക് എത്തണമേ. എല്ലാവരും അവരവരുടെ ആവശ്യങ്ങൾ സമർപ്പിക്കുക. അമ്മ മാതാവേ, ഇപ്പോൾ ഈ മക്കൾ സമർപ്പിച്ചിരിക്കുന്ന പ്രാർത്ഥന അമ്മയുടെ പക്കലേക്ക് തിരിയുകയാണ്. അമ്മ മാതാവേ, അക്കാര്യത്തിൽ അമ്മയുടെ ഇടപെടലുണ്ടാകണമേ. അമ്മ മാതാവ് ഈ മക്കളെ ചേർത്ത് പിടിക്കണമേ. ഈ മക്കൾക്കൊരു അപകടവും കൂടാതെ അമ്മ മാതാവ് കാത്ത് സംരക്ഷിക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. ഈ മക്കൾ ഏതെങ്കിലും തരത്തിലുള്ള ഒറ്റപ്പെട്ട ജീവിതത്തിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ, മറ്റുള്ളവരാൽ കുറ്റപ്പെടുത്തി കഴിഞ്ഞു പോകുന്നവരാണെങ്കിൽ അമ്മ മാതാവ് ഈ മക്കളുടെ ജീവിത സാഹചര്യം അമ്മ മാതാവിലൂടെ ഉന്നതിയിൽ എത്തിക്കണമേ. മറ്റു മക്കളെല്ലാവരും ഇവരെ അംഗീകരിക്കുന്ന രീതിയിലും മറ്റു മക്കളെല്ലാവരും ഈ മക്കളെ റെസ്പെക്റ്റ് ചെയ്യുന്ന രീതിയിലും അമ്മ മാതാവ് ഈ മക്കളുടെ ജീവിതം മാറ്റിയെടുക്കണമേ. അമ്മ മാതാവ് ഈ മക്കളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. ഈ മക്കളെ ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. ഏതെങ്കിലും തരത്തിലുള്ള പൈശാചി ബന്ധനങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അതെല്ലാം അമ്മ മാതാവ് എടുത്ത് നീക്കണമേ. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കളുടെ കുടുംബങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള സന്തോഷ സമാധാനമില്ലായ്മ ഉണ്ടെങ്കിൽ അമ്മ മാതാവ് അക്കാര്യത്തിൽ അമ്മയുടെ ഇടപെടലുണ്ടാകണമേ. മാതാപിതാക്കളും മക്കളും തമ്മിൽ നല്ല രീതിയിൽ യോജിപ്പോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അമ്മയുടെ പ്രത്യേക ഇടപെടലുണ്ടാകണമേ. ഈ മക്കളെല്ലാവരെയും അമ്മ മാതാവ് അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ അമ്മയുടെ നന്ദി പറയുന്നു.